ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനിറ്റ്. അപ്പോൾ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഡ്രാഗൺ ഫ്രൂട്ട് തണ്ട് നടുന്നവരും അതുപോലെ തന്നെ വേരുള്ള പ്ലാന്റ് നടുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ പോകുന്നതാണ് റൂട്ടഡ് പ്ലാന്റ് പോകുന്നുണ്ട്, അതുപോലെ തന്നെ കട്ടിങ്സും ആളുകൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ കട്ടിങ്സ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ റൂട്ടഡ് പ്ലാന്റ് കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. ആദ്യം തന്നെ നമുക്ക് കട്ടിങ്സ് തുടങ്ങാം. ഇത് കണ്ടോ, ഇതുപോലെ കാണിച്ചു ചേച്ചി, ഇത് കണ്ടോ, ഇതുപോലെ നമ്മുടെ ഡ്രാഗണിൻ്റെ കട്ടിങ്സിൻ്റെ സൈഡ് അടിവശം നമ്മൾ കൂർമ്മിപ്പിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത വശമാണ് നമ്മൾ മണ്ണിൽ ചാരി വെക്കേണ്ടത്. അത് മണ്ണിൽ ചാരി വെക്കുകയാണ് ചെയ്യുന്നത്, മണ്ണിൽ ഒരിക്കലും കുഴിച്ചു വെക്കുന്നില്ല. നമ്മൾ മണ്ണിളക്കിയിട്ടൊരു പ്ലാന്റ് നടുന്ന പോലെ നടുന്നില്ല, വെറുതെ തറഞ്ഞു കിടക്കുന്ന മണ്ണിൽ ചാരി വെച്ചാണ് നമ്മൾ വേര് പിടിപ്പിക്കുന്നത്. ഈ പോർഷൻ കണ്ടു, ഇവിടെയാണ് വേര് വരുന്നത്. ഈ ഫ്ലഷിലല്ല വേര് വരുന്നത്, ഇവിടെയാണ് വേര് വരുന്നത്. കൂടുതൽ ആളുകൾ പറയുന്നതാണ് ഈ മാസങ്ങൾ വെച്ചിട്ട് വേര് പിടിച്ച് കിട്ടുന്നത് താമസിച്ചാന്ന് പറയാറുണ്ട്. മഴക്കാലത്തെ പോലെ ഈ വേനൽക്കാലത്ത് വേര് പിടിച്ച് കിട്ടാറില്ല. ഒരു 40-45 ദിവസമൊക്കെ പിടിക്കാറുണ്ട് വേര് വരാൻ. അപ്പം ഒരു കാലതാമസം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വേര് പിടിപ്പിക്കാൻ തണ്ട് കുത്തി വയ്ക്കുമ്പോൾ പൊള്ളലേക്കാറുണ്ട്. ഈ മാസങ്ങളിൽ ഡ്രാഗൺ തണ്ടുകൾ കുത്തുന്നവരെ ശ്രദ്ധിക്കുക, കാരണം നമ്മുടെ തണ്ടുകൾക്ക് പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എനിക്ക് ഇട്ട് തന്നത് ഇതുപോലുള്ള വെള്ള പാണ്ട് വന്നു എന്ന് പറഞ്ഞാണ്. വെള്ള കളർ വന്നു, ഫംഗസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ഫംഗസ് അല്ല, ഇത് കണ്ടോ, ഇത് പൊള്ളലേൽക്കുന്നതാണ്. വേര് ചൂട് കൂടുമ്പോൾ പൊള്ളലേൽക്കുന്നതാണ്, വെള്ള കളറിൽ വരുന്നതാണ്. ഇങ്ങനെ പൊള്ളലേൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ തണ്ട് കുത്തുന്ന അന്ന് തന്നെ ഇതുപോലുള്ള ഗ്രീൻ നെറ്റുകൾ ഷെയ്ഡായിട്ട് കൊടുക്കുക. ഗ്രീൻ നെറ്റുകൾ കെട്ടിയിട്ട് അതിൻ്റെ ചോട്ടിൽ മാത്രമാണ് നമ്മൾ തണ്ടുകൾ കുത്തി വെക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഗ്രീൻ നെറ്റ് ഇല്ല, വളരെ കുറച്ച് പ്ലാന്റോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ സൈഡിൽ വേലേൽക്കില്ലാത്ത സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മരത്തിൻ്റെ ഒക്കെ ചോട്ടിൽ കൊണ്ട് വെക്കുക. ഒരു കാരണവശാലും ഡയറക്റ്റ് സൂര്യപ്രകാശം അടിക്കില്ലാത്ത സ്ഥലത്ത് തന്നെ വേണം നമുക്ക് ഈ തണ്ടുകൾ കുത്തിപ്പിടിപ്പിക്കുവാൻ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വേര് പിടിപ്പിച്ച പ്ലാന്റുകൾ മേടിക്കുന്നവരുണ്ട്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കുക. ഇതുപോലുള്ള വേരുള്ള പ്ലാന്റുകളാണ്. പിന്നെ ഈ കൊറിയർ കിട്ടിയതിന് ശേഷം പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. 1-2 ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞു എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉടനെ തന്നെ ഒരു 3-4-5 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മളത് പ്ലാന്റ് നടും. ഇതുപോലുള്ള വേരുകളുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഒരു 4 വിരൽ ഇങ്ങോട്ട് നോക്കിക്കുക, ഇത്രയും മണ്ണിനടിയിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ നട്ടുവെക്കുന്നത്. ഈ നട്ടുവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ മിക്കവാറും ചെറിയ കൊറിയറുള്ള 8, 10, 15 ഒക്കെ പോകുമ്പോൾ ഈ നമ്മുടെ തളിപ്പുകൾ നമ്മളത് കട്ട് ചെയ്തിട്ടാണ് ഇവിടുന്ന് വിടുന്നത്. ഇതുപോലെയായിരിക്കും വിടുന്നത്. അതുപോലെ തന്നെ നടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പച്ചച്ചാണകം ഇടരുത്. ഉണക്ക ചാണകപ്പൊടി, വേപ്പിമിണ്ണാക്കും എല്ലുപൊടിയും ഇട്ടിട്ടാണ് നമ്മൾ നടുന്നത്. വേപ്പിമിണ്ണാക്കും എല്ലുപൊടി ഇല്ലെങ്കിൽ നമുക്ക് സൂപ്പർ മീൽ ഉപയോഗിക്കാം. വേര് പിടിച്ച പ്ലാന്റ് നട്ടിട്ട് ഒരു 9 ദിവസമായി അല്ലെങ്കിൽ 10 ദിവസമായി, ഇത്രയും ദിവസമായിട്ട് മുള വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പലരും വിളിക്കാറുണ്ട്. 5-6 ദിവസം അല്ലെങ്കിൽ 10-15 ദിവസം കൊണ്ട് നമുക്ക് മുള വരില്ല. ഏകദേശം 1 മാസം 1.5 മാസമൊക്കെ എടുക്കും. 1.5 മാസം കഴിയും ചിലപ്പോൾ, ചില സമയങ്ങളിൽ മുള വരാൻ. മുള വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് ആയിക്കോളും. അതുപോലെ തന്നെ വേനൽക്കാലങ്ങളിൽ എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. വേനൽക്കാലങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് ജൈവ സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മഴക്കാലങ്ങളിൽ കോഴിവളം ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഈ സമയത്ത് നടുമ്പോൾ കോഴിവളം ഇട്ട് കൊടുത്തായിട്ടോ എന്ന് ചോദിക്കാറുണ്ട്. കോഴിവളം ഇടണ്ട, ഉണക്ക ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റി കമ്പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കമ്പോസ്റ്റ് വളമോ നമുക്ക് വേപ്പിൻ എല്ലുപൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് പ്ലാന്റ് നട്ടു വെക്കാം. ഇനി വേപ്പിൻ എല്ലുപൊടിയും കിട്ടിയില്ലെങ്കിൽ സൂപ്പർ മീലോ അനിമീലോ സ്റ്റെറാമീലോ അങ്ങനെ ഏതെങ്കിലും ഇട്ടാൽ മതി. വേപ്പിൻ എല്ലുപൊടിയും കൂടി ചേർന്ന മിക്സ്. ഇനി അതുപോലെ തന്നെ നട്ട് ഉടനെ തന്നെ ഈ മാസങ്ങളിലും ഇനി വരുന്ന മാസങ്ങളിൽ നടുന്നവർ ഈ നമ്മൾ ടെറസിൽ ചെയ്യുന്നവരും അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നവരും നട്ടിട്ട് ഉടനെ തന്നെ ഇതുപോലുള്ള ഷെയ്ഡ് നെറ്റുകൾ ഒന്ന് വലിച്ചു കെട്ടി കൊടുക്കുക. ഷെയ്ഡ് നെറ്റ് തന്നെ നിർബന്ധമൊന്നുമില്ല, പൊള്ളി പോവാതിരിക്കാൻ വേണ്ടിയാണ് ഷെയ്ഡ് നെറ്റ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കെട്ടി കൊടുക്കണം എന്ന് പറയുന്നത്. ഇതുപോലത്തെ നെറ്റുകൾ ഇല്ലെങ്കിൽ ഏതെങ്കിലും ചൂട്ടോ അതുപോലെ തന്നെ തണങ്ങോ ഒക്കെ കൊടുത്തുകൊണ്ട് ഷെയ്ഡ് കൊടുക്കാൻ പറ്റുന്നതാണ്. അതല്ലെങ്കിൽ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്, അതും ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ നനയുടെ കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കാറുണ്ട്. ആഴ്ചയിൽ 2-3 ദിവസം ചെറിയ നന കൊടുക്കുക, പക്ഷെ വെള്ളം കെട്ടി നിൽക്കരുത്. അതുകൊണ്ട് തന്നെ എന്നിട്ട് കപ്പയുടെ തടം എടുക്കുന്ന പോലെ ഉയർത്തി തടം എടുത്തിട്ട് വേണം നമുക്ക് പ്ലാന്റ് നടാൻ വേണ്ടി. അപ്പോൾ ഒരു 4 വിരൽ അടിയിൽ പോകുന്ന രീതിയിൽ മാത്രമാണ് പ്ലാന്റ് നട്ടുവെച്ചാൽ മാത്രം മതി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് വാട്സപ്പ് വഴിയായിട്ട് നിങ്ങൾക്ക് എന്നോട്
സംശയം ചോദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലുള്ള കട്ടിങ്സും ഇതുപോലുള്ള റൂട്ടഡ് പ്ലാന്റുകളൊക്കെ വേണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. നമുക്ക് കൊറിയർ വഴിയായിട്ട് അയച്ചു തരാം. നേരിട്ട് വരുന്നവർക്ക് അങ്ങനെ വരാം, അല്ലെങ്കിൽ കൊറിയറായിട്ട് നമുക്ക് കേരളത്തിനും പുറത്തേക്കും പ്ലാന്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയും പ്ലാന്റുകൾ അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നന്ദി.